നമസ്കാരം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് കമ്പനീസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്നിവ ഡിസ്കസ് ചെയ്തിരുന്നു. എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിംഗ് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. The total capital of a company is divided into a number of units. Each such unit is called a share. Shareholders are the owners and their liability is limited. Management of the company is in the hands of board of directors, the elected representatives of shareholders. Then features: it is an artificial person created by law. It has a separate legal entity apart from its members. It is formed by registration under the Companies Act. It has a perpetual succession. Management and control vested in the hands of board of directors. The liability of shareholders are limited. The company has a common seal and risk will be shared among the shareholders. Then merits: limited liability, transfer of interest. There is greater scope for expansion. It has perpetual succession and professional management. Limitations: complexity in formation, lack of secrecy, impersonal work environment, numerous regulations, delay in decision making, oligarchic management, lack of flexibility. Now let's discuss the types of joint stock companies. Basically, company can be divided into two: private company and a public company. നമ്മളൊരു വാഹനം വാങ്ങിയാൽ ആ വാഹനം രജിസ്റ്റർ ചെയ്യാറുണ്ടല്ലേ? ആ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊന്നെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ടാക്സിയായി രജിസ്റ്റർ ചെയ്യാം. അതുപോലെ കമ്പനിയെ നാം രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് കമ്പനി എന്നോ പബ്ലിക് കമ്പനി എന്നോ രജിസ്റ്റർ ചെയ്യാം. എന്താണ് പ്രൈവറ്റ് കമ്പനി, എന്താണ് പബ്ലിക് കമ്പനി, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് റെസ്ട്രിക്റ്റ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഈറ്റ്സ് ഷെയർസ്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, നിയന്ത്രിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് എ മിനിമം ഓഫ് 2 ആൻഡ് എ മാക്സിമം ഓഫ് 200 മെമ്പേഴ്സ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഏറ്റവും ചുരുങ്ങിയ അംഗം 2 പേരാണ്. അതുപോലെ ആ കമ്പനിക്ക് പരമാവധി 200 ആളുകൾ വരെ ആവാം. Prohibits an invitation to the public to subscribe its shares or debentures. കമ്പനിയുടെ ഓഹരികളോ കടപ്പത്രമോ വാങ്ങുന്നതിന് പൊതുജനത്തെ ക്ഷണിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ഈ നിബന്ധനകൾ ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുത്തിയാണ് ആ കമ്പനിയെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അത് അറിയപ്പെടുന്നത് പ്രൈവറ്റ് കമ്പനി എന്നാണ്. സോ a private company means a company which restricts the right to transfer a share, which has a minimum of 2 and a maximum of 200 members, prohibit an invitation to the public to subscribe its shares or debentures. A private company must add the word private limited or its abbreviations P limited or PVT limited in its name. ഒരു പ്രൈവറ്റ് കമ്പനിയെ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ കമ്പനിയുടെ പേരിൻ്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ പി ലിമിറ്റഡ് എന്നോ PVT LTD എന്നൊക്കെയോ അതിൻ്റെ ചുരുക്കപ്പേര് നൽകുന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. ദെൻ പ്രിവിലേജസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പ്രത്യേക അവകാശങ്ങൾ. എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ബി ഫോംഡ് ബൈ ഓൺലി 2 മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ കണ്ടു, ഒരു പ്രൈവറ്റ് കമ്പനി രൂപീകരിക്കാൻ 2 അംഗങ്ങൾ മാത്രം മതി.
ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ബിസിനസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. ഒരു പ്രൈവറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ ബിസിനസ് ആരംഭിക്കാം. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ടു കമൻസ് ബിസിനസ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ ബിസിനസ് ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ പ്രൈവറ്റ് കമ്പനിക്ക് രജിസ്ട്രേഷനെ തുടർന്ന് ഉടൻ തന്നെ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. നീഡ് നോട്ട് ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ഓർ ഫയൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. പൊതുജനങ്ങളിൽ നിന്നും പണം സ്വീകരിക്കാൻ അവകാശമില്ലാത്തതിനാൽ തന്നെ പ്രോസ്പെക്ടസോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസോ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ക്യാൻ ബി ഡൺ വിത്തൗട്ട് റിസീവിംഗ് മിനിമം സബ്സ്ക്രിപ്ഷൻ. കമ്പനിയുടെ ഓഹരികൾ അതിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്താൽ ആ ഓഹരിയുടെ അലോട്ട്മെൻറ്റ് പ്രക്രിയ മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യാതെ തന്നെ ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നാൽ പബ്ലിക് കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിച്ചെങ്കിൽ മാത്രമേ അലോട്ട്മെൻറ്റ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഇറ്റ് നീഡ് നോട്ട് കീപ്പ് ദി ഇൻഡെക്സ് ഓഫ് ഹിസ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ പട്ടിക നിർബന്ധമായും സൂക്ഷിക്കണമെന്ന് ഇല്ല. ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത് മിനിമം 2 ഡയറക്ടേഴ്സ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ചുരുങ്ങിയ 2 ഡയറക്ടർമാർ മാത്രം മതി. എന്നാൽ പബ്ലിക് കമ്പനിക്ക് 3 ഡയറക്ടേഴ്സാണ് മിനിമം ആവശ്യമുള്ളത്. ദെൻ എന്താണ് പബ്ലിക് കമ്പനി എന്ന് നോക്കാം. എ പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനികളെയും നമ്മൾ പബ്ലിക് കമ്പനി എന്നാണ് വിളിക്കുന്നത്. എ പബ്ലിക് കമ്പനി ഈസ് വൺ which has a minimum of 7 members and no limit on maximum members. ഏറ്റവും ചുരുങ്ങിയത് 7 അംഗങ്ങൾ, എന്നാൽ പരമാവധി എത്രയാവാം എന്ന് ഒരു നിബന്ധനയുമില്ല. കമ്പനിയുടെ ആകെ ക്യാപിറ്റൽ എത്രയാണോ അതിൽ എത്ര ഷെയർ ഉണ്ടോ അത്രയും ഷെയർ വരെ കമ്പനിക്ക് ആവാം. പിന്നീടും മൂലധനം റേസ് ചെയ്യുമ്പോൾ വീണ്ടും ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ദെൻ ഹാസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ്. കമ്പനിയുടെ ഷെയറുകൾ കൈമാറ്റം ചെയ്യുന്നതിൽ ഒരു നിയന്ത്രണവുമില്ല. ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ് ഫ്രം ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഹിസ് സെക്യൂരിറ്റീസ്. കമ്പനിയുടെ ഷെയർ, ഡിബഞ്ചർ ഇവ വാങ്ങുന്നതിന് പൊതുജനത്തെ ക്ഷണിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. എ പബ്ലിക് കമ്പനി മസ്റ്റ് ആഡ് ദ വേർഡ് ലിമിറ്റഡ് ഓർ LTD ടു ഇറ്റ്സ് നെയിം. പബ്ലിക് കമ്പനി അതിൻ്റെ പേരിൻ്റെ ഭാഗമായി ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ചുരുക്കമായിട്ട് LTD എന്നോ ചേർക്കാറുണ്ട്. സോ ആ പേര് കാണുമ്പോൾ നമുക്ക് ആ കമ്പനി പ്രൈവറ്റ് കമ്പനിയാണോ പബ്ലിക് കമ്പനിയാണോ എന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ്. സോ പബ്ലിക് കമ്പനി ഏറ്റവും ചുരുങ്ങിയത് 7 അംഗങ്ങൾ, പരമാവധി എണ്ണത്തിന് പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. പബ്ലിക് കമ്പനിയുടെ ഓഹരികൾ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാം. അതേപോലെ കമ്പനിക്ക് കമ്പനിയുടെ ഓഹരികൾ, കടപ്പത്രങ്ങൾ എന്നിവ വാങ്ങുന്നതിന് പൊതുജനത്തെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്ഷണിക്കാൻ പറ്റും. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ആൻ ഇൻവിറ്റേഷൻ മെയ്ഡ് ബൈ എ കമ്പനി ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എ ഷെയർ ഓർ ഡിബഞ്ചർ. ഒരു കമ്പനി അതിൻ്റെ ഷെയറോ ഡിബഞ്ചറോ കടപ്പത്രമോ വാങ്ങുന്നതിന് പൊതുജനത്തെ ക്ഷണിക്കുന്നതിന് തയ്യാറാക്കുന്ന ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു സർക്കുലറാണ് പ്രോസ്പെക്ടസ്. ഒരു പബ്ലിക് കമ്പനിയുടെ പേരിൻ്റെ അവസാനം ലിമിറ്റഡ് എന്ന ഒരു വാക്കുകൂടി ചേർത്തിട്ടുണ്ട്. ലിമിറ്റഡ് മീൻസ് ലയബിലിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ദെൻ ഈ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, നമ്പർ ഓഫ് മെമ്പേഴ്സ്. പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം 2, മാക്സിമം 200 ആണ്. പബ്ലിക് കമ്പനിക്ക് മിനിമം 7, മാക്സിമം അൺലിമിറ്റഡ് ആണ്. പരമാവധി എത്ര വേണേലും ആകാം. ദെൻ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. പ്രൈവറ്റ് കമ്പനിയിൽ എത്ര? യെസ്, മിനിമം 2, മാക്സിമം 15 ആണ്. പബ്ലിക് കമ്പനിയിൽ മിനിമം 3, മാക്സിമം 15. 2 കമ്പനിക്കും മാക്സിമം 15 ഡയറക്ടേഴ്സ് വരെ ആവാം. പക്ഷേ പ്രൈവറ്റിൽ മിനിമം 2 ഡയറക്ടറും പബ്ലിക്കിൽ മിനിമം 3 ഡയറക്ടറുമാണ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനിയിൽ ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഇസ് റെസ്ട്രിക്റ്റഡ്, ബട്ട് ഇൻ പബ്ലിക് കമ്പനി ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. ദെൻ ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്. പ്രൈവറ്റ് കമ്പനിയിൽ നോട്ട് കമ്പൽസറി, but in public company it should maintain an index of member. Then invitation to public to subscribe for his share or debenture. Private it cannot invite the public. Then public company it can
invite the public by issuing a prospectus. Then commencement of business. എപ്പോൾ ബിസിനസ് ആരംഭിക്കാം? Private company can commence business immediately after registration, but a public company can commence business only after getting the certificate of commencement of business. ഇതുപോലെ തന്നെ മറ്റ് ഒരു കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി, OPC എന്നറിയപ്പെടും. സോൾ ട്രേഡിംഗ് കൺസേണിനെ പോലെ ഒരു വ്യക്തി മാത്രം ഒരു കമ്പനിയുടെ ഓണർഷിപ്പിൽ ഉണ്ട് എങ്കിൽ അതിനാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് അറിയപ്പെടുന്നത്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ സ്ഥിരതാമസം ഉള്ള ഒരു വ്യക്തിക്ക് ആരംഭിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി. അത് 2013 കമ്പനീസ് ആക്ട് പ്രകാരമാണ് വൺ പേഴ്സൺ കമ്പനി എന്ന സിസ്റ്റം ഇന്ത്യയിൽ ആരംഭിച്ചത്. ലിമിറ്റഡ് ലയബിലിറ്റി, പെർപെച്വൽ സക്സഷൻ എന്നീ ബെനിഫിറ്റുകളെല്ലാം എൻജോയ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വൺ പേഴ്സൺ കമ്പനി ആരംഭിക്കുന്നത്. Then it is the time to test your understanding. Thank you for your cooperation. Thanks.